ഇതിനോട് ചേർത്ത് പറയേണ്ട മറ്റൊന്നാണ് വാളയാറിലെ കൊലപാതകം. ആ ഹീന സംഭവത്തിന് പിന്നിലുള്ള മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അവർക്ക് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താനുള്ള നിയമപരമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഫലപ്രദമായ അന്വേഷണം തന്നെ ഈ കാര്യത്തിൽ നടക്കുമെന്നതാണ് പറയാനുള്ളത്. അപരവിദ്വേഷത്തിൻ്റെ ആശയങ്ങളിൽ പ്രചോദിതരായ ഒരു സംഘം ആളുകളാണ് പാലക്കാട് വാളയാറിൽ ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശി രാംനാരായൺ ബാഗേലിനെ കൊലപ്പെടുത്തിയത്. പ്രതികളിൽ ചിലർ ക്രിമിനൽ പശ്ചാത്തലവും വർഗീയ മനസ്ഥിതിയുമുള്ളവരാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘപരിവാർ നടത്തി വിജയിപ്പിച്ച ആൾക്കൂട്ട ഹിംസയെ കേരളത്തിലേക്ക് പറിച്ചു നടാൻ ശ്രമിക്കുകയാണ്. കേരളം അതിന് പറ്റുന്ന മണ്ണല്ല എന്ന് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വമാണ് നമുക്ക് ഏറ്റെടുക്കാനുള്ളത്. ബംഗ്ലാദേശി കുടിയേറ്റക്കാരൻ എന്ന് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരനെ ചാപ്പകുത്തുകയും ചെയ്തു. ആരെയും കടന്നാക്രമിക്കാൻ ഇത്തരം ചാപ്പകുത്തലുകൾ ആയുധമാക്കുന്നത് ഉത്തരേന്ത്യയിലാണ് നാം മുൻപ് കണ്ടിട്ടുള്ളത്. അത് കേരളത്തിലേക്ക് വ്യാപിപ്പിക്കാമെന്നത് സംഘപരിവാറിൻ്റെ സ്വപ്നമാകാം. രാംനാരായൺ ബാഗേൽ കൊല്ലപ്പെട്ടത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവമാണ്. കുടുംബത്തെ സംരക്ഷിക്കാനാണ് ആ ചെറുപ്പക്കാരൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഇവിടെ എത്തിയത്. 2 കുഞ്ഞുങ്ങളും അമ്മയും ഭാര്യയും അടങ്ങുന്ന കുടുംബം. ബാഗേൽ കൊല്ലപ്പെട്ടതോടെ ആശ്രയമില്ലാത്തവരായി. ആ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 30 ലക്ഷം രൂപ ധനസഹായം അനുവദിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭാര്യയ്ക്കും അമ്മയ്ക്കും 5 ലക്ഷം രൂപ വീതവും 2 മക്കൾക്ക് 10 ലക്ഷം രൂപ വീതവുമാണ് നൽകുക. മക്കളുടെ പേരിലുള്ള 20 ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമായി നൽകും. അതിൽ നിന്ന് ലഭിക്കുന്ന പലിശ മക്കളുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അമ്മയ്ക്ക് നൽകാനും തീരുമാനിച്ചു. മറ്റൊരനുഭവവും ഇവിടെ നമ്മൾ നോക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസമാണ് നേപ്പാൾ സ്വദേശി ദുർഗാ കാമിനിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ജനറൽ ആശുപത്രിയിൽ നടന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ച ചാത്തന്നൂർ സ്വദേശി ഷിജിയുടെ ഹൃദയമാണ് ദുർഗാ കാമിനിക്ക് നൽകിയത്. നേപ്പാൾ സ്വദേശിക്ക് ഹൃദയം നൽകിയത് ഒരു മലയാളി. അതിന് നേതൃത്വം നൽകിയത് സർക്കാർ ആശുപത്രിയിലെ മലയാളി ഡോക്ടർമാർ. ഹൃദയവുമായി പറന്നത് സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ. ഹൃദയം മാറ്റിവെക്കേണ്ട വ്യക്തിയുടെ ഭാഷയോ മതമോ ലിംഗമോ രാജ്യമോ നോക്കിയാണോ നമ്മൾ ഇത് ചെയ്തത്? ഇതാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്ന മഹനീയത, സാഹോദര്യം, മാനവിക മൂല്യം, മാനുഷിക സ്നേഹം. കേരളം അതിൻ്റെ സംസ്കാരം എടുത്തു കാണിക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നശീകരണ മനസ്സുള്ളവർ ആ നന്മയെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ജാഗ്രത കൂടുതൽ ശക്തമാക്കണം എന്നാണ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.